ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഞാൻ ഇങ്ങനെ വരാത്തതെന്ന് വെച്ചാൽ എനിക്ക് ഇച്ചിരി ഡയറ്റിങ്ങും കുറേ കാര്യങ്ങളും ഒക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട് ഡോക്ടർ. വാക്കിംഗ് ഉണ്ട്, മോർണിംഗ് വാക്ക്, ഈവനിങ് വാക്ക്. ആഫ്റ്റർ പിന്നെ നമ്മളെ ഈ ആട് പശുവൊക്കെ കഴിക്കത്തില്ലേ, അങ്ങനെയുള്ള ഫുഡാണ്, ആഹാരമാണ് എനിക്ക് പറഞ്ഞേക്കുന്നത്. മീൻസ് വെജിറ്റബിൾസ് വേവിച്ച് കഴിക്കുക എന്നുവെച്ചാൽ ഉപ്പ് ശകലം ഇടവും വെള്ളവും ചേർത്തിട്ട് മഞ്ഞൾപ്പൊടി, കൊച്ചി ജീരക, ഉലുവാപ്പൊടി, കറിവേപ്പില ഇട്ടിട്ട് ബീട്രൂട്ട്, ക്യാരറ്റ്, പാവയ്ക്ക ഇത് മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ. അതെല്ലാം കൂടെ വെട്ടിയിട്ട് തിളപ്പിക്കുക. 2-3 സവാള ഇട്ട് തിളപ്പിക്കുക. അതിൻ്റെ വെള്ളം ഊറ്റി കുടിക്കുക. അതിൻ്റെ കഷണം കഴിക്കുക. പിന്നെ നമ്മളെ ഇലവർഗ്ഗങ്ങൾ, ചീര, മുരിങ്ങയില അങ്ങനെയുള്ളത് കഴിക്കാം. അത് ഞാൻ ഇതുപോലെ വെള്ളത്തിൽ അങ്ങനെ പിന്നെ ഒരുപാട് വെള്ളമൊന്നും ചേർക്കില്ല, ഇലയൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം, വെളുത്തുള്ളി ചേർത്തിട്ട് വേവിക്കുക. അതിൽ എണ്ണയില്ല, ഒന്നുമില്ല. 10 ദിവസമായി ഡിയേഴ്സ് അങ്ങനെ കഴിക്കാൻ തുടങ്ങിയിട്ട്. പിന്നെയെന്ന് വെച്ചാൽ നമ്മളെ പപ്പായ, രാവിലെ എണീക്കുക, 1 ഗ്ലാസ് വെള്ളം കുടിക്കുക, നല്ല വെള്ളം. ആ വെള്ളം കുടിച്ചതിന് ശേഷം ഞാനൊരു 2-3 പീസ് പപ്പായ പഴുത്തത്, ആ പപ്പായ പഴുത്തത് കഴിക്കും. അതിന് ശേഷം 12 മണിക്കാണ് ഞാൻ ഈ പച്ചക്കറി വെള്ളവും പച്ചക്കറിയായിട്ട് കഴിക്കുന്നത്. പിന്നീട് ഈവനിങ് 7 മണിയൊക്കെ ആകുമ്പം പച്ചക്കറി കഷ്ണം ബാക്കിയുള്ളതും കഴിച്ച് നെല്ലിക്ക കഴിക്കും. പച്ച നെല്ലിക്ക, നാടൻ നെല്ലിക്ക. 50 രൂപ എടുക്കുമ്പോൾ കുറേ തരും നാടൻ നെല്ലിക്ക. ആ നാടൻ നെല്ലിക്കയും പച്ചയ്ക്ക് ചവച്ച് കഴിക്കും. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരു 5-6 നെല്ലിക്ക അകത്ത് പോകും. വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ല. എല്ലാം നമ്മൾ വർജിച്ചു ബ്രഹ്മചാരിയായി നടക്കുകയാണ്. ഇതാ പച്ചക്കറി വെള്ളം, ഇതാണ് പച്ചക്കറി. ബീട്രൂട്ടിൻ്റെ കളറായ ബീട്രൂട്ട്, ക്യാരറ്റിൻ്റെ ഇത്. പാവയ്ക്കയുടെ കയ്പും കൂടെ ആകുമ്പോൾ നല്ല രസമാണ്. ഇതിനകത്ത് പിന്നെ ഞാൻ 2-3 നെല്ലിക്കായും കൂടി ഇട്ട് വേവിക്കും. പിന്നെ മെഡിസിൻസൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെ ഫാറ്റി ലിവറിനെ പിടിച്ച് നിർത്താനാണ് നോക്കുന്നത്. അതിൻ്റെ ഇടയിലൂടെയാണ് എനിക്ക് പിന്നെ 2006 ആക്സിഡൻറ്റ് വന്നതിൻ്റെ കഴുത്ത് 2-3 പ്രാവശ്യം ഓട്ടോറിക്ഷയിൽ പോയപ്പോൾ ഓട്ടോ ബ്രേക്ക് പിടിച്ചത് കൊണ്ട്, കഠിനമായ ബ്രേക്ക് പിടിയായിരുന്നു, കാരണം ഗട്ടറാണ്. ആ 2006 ഡോക്ടറിനോട് പറഞ്ഞതാണ്. നമ്മളെ മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജൻ, IMAയുടെ പ്രസിഡൻറ്റുമായിരുന്ന, പ്രൊഫസറുമായിരുന്ന നമ്മളെ ഡോക്ടർ റാണി നായർ, കുമാരപുരത്ത്. ആ ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ തിരുവനന്തപുരത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുടുക്കമുള്ള വണ്ടികളിൽ പോകാൻ പാടില്ല. മീൻസ് ഓട്ടോ, ബൈക്ക് അങ്ങനെയൊന്നും പോകാൻ പാടില്ല. ട്രാൻസ്പോർട്ട് ബസ്, പ്രൈവറ്റ് ബസ് അങ്ങനെയുള്ള വലിയ വണ്ടികളിൽ കയറിയിട്ട് ഫ്രണ്ടിൽ പോയി ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ലെങ്കിൽ ബാക്കിൽ ഇരിക്കാൻ പാടില്ല, ബാഗിൽ നിൽക്കാൻ പാടില്ല, ഏറ്റവും ഫ്രണ്ടിൽ പോയി നിൽക്കുക എന്ന്. പക്ഷേ അത് നമുക്ക് എപ്പോഴും സാധിക്കത്തില്ല. കുറച്ച് നാൾ വേദനയൊന്നും ഇല്ലാതിരുന്ന് മറന്നേ പോയി അസുഖം ഉണ്ടായിരുന്നത്. ഇപ്പം നല്ല പണി കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആക്സിഡൻ്റൊക്കെ പറ്റിയവർക്ക് ഭാവിയിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും, വേദനയും നീരും ഒക്കെ വരും. അങ്ങനെ ഇപ്പം ന്യൂറോ സർജനെ വീണ്ടും കാണാൻ തുടങ്ങി. വേറൊരു ന്യൂറോ സർജനാണ് എൻ്റെ നാട്ടിൽ തന്നെയുള്ള. ആ ന്യൂറോ സർജൻ്റെ ചികിത്സയിലാണ്. അപ്പോൾ വലിയ മാറ്റമൊന്നുമില്ല. ബിക്കോസ് നമ്മളെ വീട്ടിൽ ഇച്ചിരി ജോലിയൊക്കെ ചെയ്യേണ്ടവർ, കഴുത്ത് കുനിക്കാൻ പാടില്ല, നമ്മൾ കോളർ ഇടണം. കോളർ എനിക്ക് പരുവമല്ല, എൻ്റെ കഴുത്ത് ഇടുങ്ങിയ കഴുത്താണ്. ആ കഴുത്തിനകത്ത് കോളർ വെക്കാൻ പറ്റില്ല. ഞാനത് കാരണം വലിയൊരു ഷോൾ എടുത്ത് ചുറ്റി ഇങ്ങനെ വെച്ചേക്കുന്നത്. ഈ ഷോൾ ഇതുപോലുള്ള കോട്ടൺ ഷോള് ചുറ്റി ഇങ്ങനെ വെച്ചിരിക്കും. ഇതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. നിങ്ങളെല്ലാവരും ആരോഗ്യമാണ് സമ്പത്ത്, ഹെൽത്ത് ഈസ് വെൽത്ത്. നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചതാണ്. അത് നഷ്ടപ്പെടുമ്പോഴേ അതിൻ്റെ വേദന അറിയൂ.
നമ്മൾ ഒരാളിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. പച്ചക്കറി കട്ട് ചെയ്യാൻ ഡിപ്പെൻഡ് ചെയ്യണം, എല്ലാം ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാവർക്കും എല്ലാം സാധിച്ചു തരാൻ പറ്റിയെന്ന് വരത്തില്ല. അത് കാരണം നിങ്ങളെല്ലാവരും ആരോഗ്യം കീപ്പ് ചെയ്യുക. ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. എല്ലാവരുടെയും സുഖത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രിസ്മസ് ഒക്കെ അടുത്ത് വരുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ബൈ ബൈ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയാൻ വരാം കേട്ടോ. എൻ്റെ വീഡിയോ ഒക്കെ കാണണം കേട്ടോ.